പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ഉച്ച തിരിഞ്ഞുള്ള ഈ യോഗത്തിൽ തിരുവചന ധ്യാനത്തിനായി ഒരുങ്ങുവാൻ തക്കവണ്ണം ലഭ്യമായിരിക്കുന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടെ ഇവിടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ആയിരിക്കുക. ദൈവവചനം അത് നമ്മുടെ ജീവിതത്തെ ഓരോ ദിനങ്ങളിലും ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ഓരോ ദിനങ്ങളിലെ ജീവിതങ്ങളിൽ മേലും വിജയം നൽകുകയും ചെയ്യുവാൻ സഹായിക്കുന്ന ഒന്നാണ് ദൈവവചനം. കാൾ ബാർത്ത് എന്ന ദൈവശാസ്ത്ര ചിന്തകൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: If you take word of God seriously, then the word of God will take your life seriously. നിങ്ങൾ ഈ ദൈവവചനം അതേറ്റവും ആത്മാർത്ഥമായി നമ്മുടെ മനസ്സുകളിൽ അത് ധ്യാനിക്കുമ്പോൾ ആ ദൈവവചനം അത് നമ്മളെ കരങ്ങളിൽ വഹിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുവാൻ ശ്രമിച്ചത്. ദൈവവചനത്തോടുള്ള നമ്മുടെ ആ ആഭിമുഖ്യം ഇപ്രകാരം തന്നെ ആയിരിക്കണം. ദൈവവചനം അത് നമ്മുടെ നിത്യമായ ജീവിതത്തിന് ശക്തിയും ബലവും ധൈര്യവും പ്രത്യാശയും നൽകുന്നതാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് ഒരുക്കത്തോടുകൂടെ ഇവിടെ ഇരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ദൈവവചനം അത് നമ്മളോട്, നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കും. എന്നോട് സംസാരിക്കണമേ, ഈ വചനം നൽകുന്ന എന്നോട് സംസാരിക്കണമേ എന്ന് ഞാനും ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ഈ ധ്യാന ചിന്തകളിൽ പങ്കുചേരാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഉച്ചതിരിഞ്ഞ ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ച ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. നിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുന്നതിന് ഒരുങ്ങുന്നു. നിന്റെ ചിന്തകൾ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഓരോ ദിനങ്ങളിലും പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. അതിനു വേണ്ട വചനം അത് ഞങ്ങൾക്ക് ലഭ്യമാകണം. നിന്റെ മക്കൾക്ക് അത് കൊടുക്കുവാൻ എൻ്റെ നാവിൽ നിന്റെ വാക്കുകൾ നൽകണം. ദൈവമേ, നിനക്കരുതാത്ത ഒരു വാക്കും എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടരുതേ. നിന്റെ കൃപയോടുകൂടെ നിന്റെ ജനത്തെ കാക്കണമേ. ഇവിടെ നിന്റെ സാന്നിധ്യമുണ്ടല്ലോ, അതിനായി സ്തോത്രം. കൃപയോടുകൂടി ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 21-ാമത്തെ വാക്യം
ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. 14-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞ് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. I will not leave you as orphans. I will come unto you. You live because I liveth. ഇന്ന് വായിച്ച ഈ വേദഭാഗം അത് നമുക്ക് നൽകുന്ന ചിന്തകൾ, ലോകത്തിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി, സഭാ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിശുദ്ധ കുർബാന കർത്താവ് അനുഷ്ഠിക്കുന്ന ആ പെസഹായുടെ അനുഭവമാണ്. വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ ശിഷ്യന്മാരോടൊപ്പം കർത്താവും ഒരുമിച്ചിരിക്കുകയാണ്. ആ വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന നിമിഷങ്ങളാണ്. ആ ആരംഭത്തിങ്കൽ ഇപ്രകാരമാണ് കാണുന്നത്, ഇത് പറഞ്ഞിട്ട് അവന്റെ ഉള്ളം കലങ്ങി. മനസ്സിലാക്കണം, ലോകചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ഹൃദയം, അവൻ്റെ ഉള്ളം കലങ്ങിയ അനുഭവത്തിലാണ്. എന്താണ് ആ ഉള്ളം കലങ്ങുന്നതിനുള്ള കാരണവും? അതും പിന്നീടുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. Jesus Christ was not able to keep his inner struggles within himself. എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. 12 ശിഷ്യന്മാരുമുണ്ട്. But he was not able to keep his inner struggles within himself. അതാ സംഭവിക്കുന്നത്. ആന്തരികമായ സംഘർഷങ്ങളാണ് അതിന് കാരണം. കൂടെയുള്ള ശിഷ്യന്മാരുമാണ്. ആരാണ് കൂടെയിരിക്കുന്നത്? കർത്താവ് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. One among you will betray me. അതാണ് കർത്താവിന് പറയുവാനായിട്ടുള്ളത്. അതാണ് കർത്താവിൻ്റെ ആന്തരിക സംഘർഷം. അവിടെ ആഗമനമായി നോക്കിയാൽ കർത്താവിൻ്റെ ആദ്യമായി അനുഷ്ഠിച്ച ഈ കുർബാനയുടെ അനുഭവം മുതൽ ക്രൂശ് വരെയും
ഉയർത്തെഴുന്നേൽപ്പ് വരെയും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും നാം ഒന്ന് നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെയാണ് കൂടെയുള്ളത്? അവരുടെ സ്വഭാവം എന്തൊക്കെയാണ്? ഇടറിപ്പോകുവാൻ തയ്യാറെടുക്കുന്നവരാണ്, ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറെടുക്കുന്ന മനസ്സ്, തള്ളിപ്പറയുവാൻ ഒരുങ്ങി നിൽക്കുന്ന മനസ്സ്, സംശയത്തോടുകൂടെ എല്ലാം കാണുന്ന മനസ്സുകൾ, കണ്ണുകൾ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ആ സന്ദേശം മഗ്ദലന മറിയയും മറ്റു സ്ത്രീകളും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ ഒരുമിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ മനസ്സുകൾ? അത് കർത്താവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഒരു ആത്മസംഘർഷത്തിലാണ്. അവന്റെ ഉള്ളം കലങ്ങിയതാണ്. അവൻ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. എല്ലാവരും പരസ്പരം ചോദിക്കുക, ആരായത്? ഏറ്റവും ഒടുവിൽ കർത്താവിന് പറയേണ്ടതായി വന്നു, ഞാൻ അപ്പകണ്ഠം മുക്കി ആർക്കാണോ കൊടുക്കുന്നത് അവനായിരിക്കും എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. ഉടനെ തന്നെ കർത്താവ് അപ്പകണ്ഠം മുക്കി യൂദായ്ക്ക് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, വിശുദ്ധ കുർബാനയാണ്. പെസഹായുടെ ദിനത്തിൽ കർത്താവ് സ്ഥാപിച്ചതായ, അനുഷ്ഠിച്ചതായ, ഞാൻ വരുവോളം നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞ് അനുഷ്ഠിച്ചതായ വിശുദ്ധ കുർബാന അപ്പകണ്ഠം മുറിച്ച് യൂദായ്ക്ക് കൊടുത്തു. പിന്നീട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഉടനെ സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു. വിശുദ്ധ കുർബാനയുടെ അനുഭവമാണ്. Even in that holy table, even in the holy moments, even in the presence of Jesus Christ, the life of Judah was geared by the spirit of Satan, the power of Satan. ഇത് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വളരെ വ്യക്തമായി ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ശിക്ഷാവിധി
തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. എത്ര സുന്ദരമായി വിശുദ്ധ കുർബാനയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വർണ്ണിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, യേശുക്രിസ്തു അനുഷ്ഠിച്ച ആ ആദ്യ കുർബാനയുടെ അനുഭവം, even in that holy moment, even in that holy table, even in the presence of Jesus Christ, the life of Judah was geared by the power of Satan. 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: അപ്പകണ്ഡം വാങ്ങിയ ഉടൻ തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. Judah, he has broken all his relationship with his master. His own co-disciples, കൂടെയുള്ളവരുടെയും അവരുമായുമുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയാണ്. എന്നിട്ട് അവൻ പോകുന്നത് അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയത്, അപ്പോൾ രാത്രിയായിരുന്നു. അവൻ ഇരുളിൻ്റെ അനുഭവങ്ങളിലേക്കാണ് പോയത്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം നാം വായിക്കുമ്പോൾ, 26-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ ഇതേ ഭാഗം തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്തോത്രം പാടിയ ശേഷം അവർ ഒലിവ് മലയ്ക്ക് പോയി. For Jesus, the holy table became the place of thanksgiving. അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പോയി. ആ രാത്രിയിൽ ആ ഒലിവ് മലയിലെ ഗത്സമന തോട്ടം, അതിൻ്റെ അനുഭവങ്ങളിലേക്കാണ് കർത്താവ് പോകുന്നത്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവ് അനുഷ്ഠിച്ച ആ വിശുദ്ധ കുർബാനയിൽ നിന്ന്, ആ പെസഹ ആചരണത്തിൽ നിന്ന് കർത്താവിന് ലഭിച്ചതെന്താണ്? യൂദയ്ക്ക് ലഭിച്ചതെന്താണ്? അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്ന യൂദയെ ഒരു വശത്ത്, മറുവശത്ത് സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയിലേക്ക് കടന്നു പോകുന്ന ക്രിസ്തുവും ശിഷ്യന്മാരും. So this place, this holy place, that holy moment, it becomes a place of thanksgiving. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന നിമിഷങ്ങളായി തീരുകയാണ്. And also it is a place of experiencing the inner strength, the inner power, the inner vision, the inner courage
to face the pain of cross and making a way for resurrection. ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കുന്ന അനുഭവമാണ്. പ്രിയ ദൈവജനമേ, നാം ഓരോരുത്തരും ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ സംഭവിക്കേണ്ടതും ഇത് തന്നെയാണ്. It is a place of thanksgiving. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക. അതുമാത്രമല്ല, to experience an inner strength, an inner power, inner vision, inner courage. ഒരു ആന്തരികമായ ശക്തി ലഭിക്കണം, ആന്തരികമായ ദർശനം ലഭിക്കണം, ആന്തരികമായ ബലം ലഭിക്കണം. എന്തിനു വേണ്ടിയാ? തുടർന്നുള്ള ജീവിത അനുഭവങ്ങളിൽ കർത്താവിനോടുകൂടെ ജീവിക്കുവാൻ. ഉള്ളം കലങ്ങിയ കർത്താവ്, ഞാൻ പറയും, ആർക്കു വേണ്ടിയാണ് ഈ കർത്താവ് ഈ വിശുദ്ധ കുർബാന ഒരുക്കിയത്? ഇടറിപ്പോകുവാൻ തയ്യാറായി നിൽക്കുന്നവർ, ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറായ മനസ്സ്, തള്ളിപ്പറയുവാൻ ഒരുങ്ങുന്ന മനസ്സ്, സംശയദൃഷ്ടിയ എല്ലാം കാണുവാൻ ശ്രമിക്കുന്നവർ, ഉയർത്തെഴുന്നേറ്റുവെന്ന് ദൂത് വിശ്വസിക്കുവാൻ കഴിയാതെ പോയ ശിഷ്യന്മാർ, എല്ലാവരും ആ കർത്താവിൻ്റെ ഈ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ സാധ്യമാകണം. അതുകൊണ്ട് ഉള്ളം കലങ്ങി നാമും ആ വിശുദ്ധ കുർബാനയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളം കലങ്ങലുകളുടെ കാരണങ്ങൾ അറിയുന്ന, എൻ്റെ മനസ്സിനെ അറിയുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട് എന്നുള്ള ആ വലിയ ബോധത്തോടുകൂടെ തന്നെ ആയിരിക്കണം ആ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. എന്നെ അറിയുന്ന, എൻ്റെ ഉള്ളം അറിയുന്ന, എൻ്റെ വേദനകൾ അറിയുന്ന എൻ്റെ യേശു ഇവിടെയുണ്ട്. അവൻ എൻ്റെ സൗഖ്യത്തിന് കാരണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് വീണ്ടും പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. There is a possibility. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളാണ് ഇനിയും വന്നു ചേരുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ഇരിപ്പാൻ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. സാധാരണ ഈ വിശുദ്ധ കുർബാന ഞാൻ കൊടുത്തു പോകുന്ന അവസരത്തിൽ ധാരാളം ആളുകളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഉള്ളം കലങ്ങിയ ജീവിത അനുഭവങ്ങളുമായിട്ടാണ് അവർ ആ വിശുദ്ധ മേശയിലേക്ക് അടുത്തു വരുന്നത്. കാരണം അവർക്കറിയാം, എൻ്റെ ഉള്ളത്തെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട്. എൻ്റെ ഉള്ളത്തെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട്. അവൻ്റെ അടുത്തേക്കാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ.
ആ കർത്താവ് തന്നെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അനാഥത്വം ജീവിതത്തിൻ്റെ അനാഥത്വങ്ങളാണ്. ഈ ഭാഗം ഞാൻ ധ്യാനിച്ചപ്പോൾ അനാഥത്വം എന്ന ആ പദത്തിൻ്റെ ഡിക്ഷണറി മീനിങ് ഒന്ന് നോക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ അർത്ഥം ഇതാണ്: മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിവിലേജസും നഷ്ടപ്പെടുന്നവർ, ജീവിതത്തിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നവർ, ജീവിതത്തിൽ യാതൊരു പ്രൊട്ടക്ഷനും ലഭിക്കുവാൻ കഴിയാതെ പോകുന്നവർ, ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭാവിയെല്ലാം അനിശ്ചിതമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുള്ളവർ, അവരാണ് അനാഥർ. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പഴയ നിയമത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം ആ ഭാഗത്തേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ അനാഥത്വം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനായ ഏലിയാവ് 19-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരും കൂട്ടിനില്ല, ആരും സഹായത്തിനില്ല, ഒറ്റയ്ക്ക് ഒരു ചൂരച്ചെടിയുടെ തണലിൽ മരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്, Oh Lord, you take away my life. I am not better than my ancestors. ആരാ ഏലിയാവ്? ഏലിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം അതിൻ്റെ മുൻപുള്ള അധ്യായങ്ങളിലൊക്കെ വായിക്കുമ്പോൾ എത്ര അധികമായി ദൈവിക പരിപാലനം അനുഭവിച്ചതാ, ദൈവിക സാന്നിധ്യം അനുഭവിച്ചതാ, ദൈവിക സാമീപ്യം അനുഭവിച്ചതാ. കേരിത്തോട്ടിൽ ദേശം മുഴുവൻ വരൾച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല നീരുറവ്, കാക്കയിൽ നിന്ന് അപ്പവും ഇറച്ചിയും അത്ഭുതകരമായി അവനെ കാത്തുപരിപാലിച്ചു. സാരെഫോത്തിലെ വിധവയുടെ ഭവനത്തിൽ അവിടെയും ദൈവത്തിൻ്റെ കരങ്ങൾ ആ ഏലിയാവിനോട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കർമ്മേൽ പർവ്വതത്തിൽ 450 ബാൽ പ്രവാചകന്മാരും 400 അശോര പ്രവാചകന്മാരും അങ്ങനെ 850 പേർ നിൽക്കുമ്പോൾ യഹോവയുടെ ദാസനായി സത്യദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് മാത്രമേ അവിടെയുള്ളൂ.
പക്ഷേ ആ കർമ്മേൽ പർവ്വതത്തിൽ വിജയശ്രാളിതനായി നിൽക്കുന്നത് ഏലിയാവാണ്. ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ അനുഭവം ഉൾക്കൊള്ളേണ്ടവനാണ്. അപ്പോൾ ആഹാബ് രാജാവിന്റെ പത്നി ഇസബെല്ല ഒരാളെ അയച്ച് ഇപ്രകാരം ഏലിയാവിനെ അറിയിച്ചു: നാളെ ഈ സമയമാകുമ്പോൾ പട്ടുപോയ ബാൽപ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഞാൻ നിന്നെയാക്കും. ഇത് കേട്ട അവസ്ഥയിൽ തന്നെ അവൻ ആ കർമ്മേൽ പർവ്വതത്തിൽ നിന്ന് ഓടുകയാണ്. അവൻ ഭയപ്പെട്ടുപോയി. ഈ ചൂരച്ചെടിയുടെ തണലിൽ, ഈ മരുഭൂമിയിൽ, ബേർശേബ മരുഭൂമിയിൽ അവൻ തളർന്ന് ക്ഷീണിച്ച അവസരത്തിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്: ഓ ലോർഡ്, യു ടേക്ക് അവേ മൈ ലൈഫ്. I am not better than my ancestors. എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ല. അവൻ ഭയന്നുപോയി. അവൻ്റെ ആത്മീയ ഉൾക്കാഴ്ചകളെല്ലാം നഷ്ടപ്പെട്ടുപോയി. One who experienced the power of the Almighty become powerless. The one who experienced the security of the Almighty become insecure. The one who experienced the fellowship of the Almighty become lonely. The one who experienced the life fulfillment become frustrated. തളർന്നു. അവൻ ക്ഷീണിച്ചു. അവിടെ ഉറങ്ങി. ആ ഉറക്കത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി. അവൻ ഉണർന്നു. നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരു വടയും ഒരു തുരുത്തി വെള്ളവും. അവൻ തിന്നു കുടിച്ചു വീണ്ടും കിടന്നുറങ്ങി. ദൈവത്തിൻ്റെ ദൂതൻ അവനെ വീണ്ടും തട്ടി. അവൻ തിന്നു കുടിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞു: നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളും നടന്നു. 40 ദിവസമാണ്. പകലും രാവും അവൻ നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളും എത്തി. അവിടെ ഒരു ഗുഹയിൽ കിടന്ന് രാപ്പാർത്തു. അപ്പോൾ യഹോവ അവനെ വിളിക്കുകയാണ്. അവനോട് ചോദിച്ചു: ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? അപ്പോൾ അവൻ പറയുന്ന നിരാശാജനകമായ വാക്കുകൾ: ഏലിയാവ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി അത്യന്തം ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. യാഗപീഠങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞിരിക്കുന്നു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. എല്ലാ അർത്ഥത്തിലും അനാഥത്വം അനുഭവിക്കുന്ന ഏലിയാവാണ്. ഇവിടെയാണ് ദൈവം അവരുമായി ഇടപെടുന്നത്. പിന്നീട് ചുരുക്കമായി ഞാൻ പറയട്ടെ, ആ ഏലിയാവിനെ ദൈവം നിയോഗിക്കുന്നത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനും തനിക്ക് പകരമായി ഏലീശായെ
അഭിഷേകം ചെയ്യുവാനുമായിട്ടാണ്. അതായത് തകർന്ന് തളർന്ന് ക്ഷീണിച്ച് നിരാശനായി എൻ്റെ ഭാവിയെല്ലാം അസ്തമിച്ചിരിക്കുന്നു, ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ആ വഴിയുടെ അനുഭവങ്ങളിൽ ദൈവം ഇടപെട്ട് അവനോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിന് ഇനിയും അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. അതും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. നിനക്ക് പകരമായി എലീശായെ പ്രവാചകനായി അഭിഷേകം ചെയ്യണം. നീ ഈ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിച്ചുവെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. നിന്റെ ജീവിതത്തിനു വേണ്ടി കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. രണ്ടാമത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. യെസ്, യേശു അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. He will come. He will come to our life in the unexpected moments of our life. He will come unto our life in the most perplexed moments of our life. He will come unto our life in the fruitless experience of our life. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ, സ്ഥാനങ്ങളിൽ അവൻ വരുന്നവനാണ്. ആകെ കുഴഞ്ഞു മറിഞ്ഞ മനസ്സുമായി ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ അടുക്കലേക്ക് വരുന്നവനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ബലരഹിതമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ അവൻ എൻ്റെ അടുക്കലേക്ക് വരുന്നവനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം, ആ 20-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മഗ്ദലന മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ കല്ലറയ്ക്കൽ എത്തിയതാണ്. ഒഴിഞ്ഞ കല്ലറ കണ്ട് വളരെയധികം സങ്കടവും ദുഃഖവും വിലാപവും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ മനസ്സ് ശിഷ്യന്മാരെ അറിയിച്ചു. ശിഷ്യന്മാർ വന്നു, ആ ശൂന്യമായ കല്ലറ കണ്ടു. അവർ തിരികെ പോയി. എന്നാൽ അവൾ വീണ്ടും ആ കല്ലറയ്ക്കൽ തന്നെ നിൽക്കുകയാണ്. In the most perplexed moments of her life, അവിടെ യേശു വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയല്ല. In the most unexpected moment, in the most fruitless experience, യേശു വന്നു അവളുടെ അടുക്കൽ നിൽക്കുകയാണ്. തോട്ടക്കാരൻ എന്ന് നിരൂപിച്ച് യേശുവാണ് എന്ന് അവളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. അത്രയധികം ദുഃഖാത്മകമാണ്, അത്രയധികം വേദനാജനകമാണ്. ആരും അവിടെ സഹായത്തിനില്ലല്ലോ. ആരും സഹായത്തിനില്ലാത്ത ആ അനുഭവത്തിൻ്റെ മധ്യത്തിൽ യേശു അവളുടെ അടുക്കൽ നിൽക്കുകയാണ്. പക്ഷേ അവൾ കരുതി ഒരു തോട്ടക്കാരനായിരിക്കും. അവനോട് ചോദിക്കുകയാണ്, അവനെ എവിടെയാണ് വെച്ചതെങ്കിൽ പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. ജീവിതത്തിൻ്റെ ആ യേശുവിനോടുള്ള
അടങ്ങാത്ത സ്നേഹം, തൻ്റെ ജീവിതത്തെ ജീവിതമാക്കി തീർത്ത ആ യേശുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം, ആദരവ്, ആരാധന, ഇതെല്ലാം അവിടെയുണ്ട്. അപ്പോൾ യേശു മറിയേ എന്ന് വിളിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ എനിക്കൊരു മെസ്സേജ് ഉണ്ട്. ഞാനും നിങ്ങളും കുഴഞ്ഞു മറിയുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ, ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാതെ ഇരിക്കുമ്പോൾ, ആരും ആശ്വസിപ്പിക്കാനില്ലാതെ ഇരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മകനെ മകളെ എന്ന് നമ്മുടെ വ്യക്തമായ പേർ ചൊല്ലി നമ്മളെ വിളിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ! പേർ ചൊല്ലി നമ്മളെ അടുത്തു വരുന്ന കർത്താവ്, അവൻ മറിയേ എന്ന് വിളിച്ചു. അപ്പോൾ അവൾ തിരിച്ചറിയുകയാണ്, റബ്ബൂനി, ഗുരു എന്നർത്ഥം. This was the unique moment in her life, in her faith journey. ഇതുവരെ അവൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അപൂർവമായ അനുഭവമായിരുന്നു അത്. In the most unexpected moments of her life, in the perplexed moments of her life, in the fruitless experience of her life, Jesus, he came. അവൻ വന്നു. കാരണം അവൻ വാഗ്ദത്തം നൽകിയതാണ്. ഞാൻ വരും, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. മറ്റൊരനുഭവമുണ്ട് അതേ അധ്യായത്തിൽ, 20-ാം അധ്യായം 18-19 വാക്യങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ അവൻ വന്നു, നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇതാ യേശുക്രിസ്തു വരുമെന്ന് വാഗ്ദത്തം നൽകിയവൻ. അവൻ വരുന്നവനാ. അവസാനമായി യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ കർത്താവ് എത്ര സുന്ദരമായി നമ്മളെ ജീവിപ്പിക്കുന്നു. ഓരോ ദിനവും നമ്മുടെ ജീവിതത്തെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവൻ നമ്മെ എത്ര ശക്തമായി നമ്മളെ വഴി നടത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ അനുഭവത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഞങ്ങൾ ഉപദ്രവം ഏൽക്കുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. കർത്താവിൽ ജീവിക്കുകയാണ്. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവിക്കുന്നു. 1982 ഞാൻ ഈ മണൽപ്പരപ്പിൽ ഇരുന്നു കൊണ്ട് ഇവിടെ
അന്ന് പ്രസംഗിച്ച വില്യം ഡ്രോണ്ട് എന്ന ഒരു മിഷണറിയുടെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുവാനിടയായി. 1982 ഈ മണൽപ്പുറത്ത് ഞാൻ ഇരുന്ന് നിങ്ങളെപ്പോലെ ആ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു യഹൂദനായി ജനിച്ചതാണ്. ഞാനൊരു നിരീശ്വരവാദിയായി വളർന്നു. എന്നാൽ റുമേനിയയിൽ വെച്ച് ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ ഒരു വേദപുസ്തകത്തിൻ്റെ പ്രതി എനിക്ക് നൽകി. ഞാൻ ആ വേദപുസ്തകം വായിച്ചു. എൻ്റെ യേശു എൻ്റെ ജീവിതത്തെ ആകമാനം സ്പർശിച്ചു. അന്ന് ഞാനൊരു പുതിയ സൃഷ്ടിയായി. എൻ്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഞാൻ മിഷനറി പ്രവർത്തനങ്ങളുമായി റുമേനിയയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. ഭരണാധികാരികൾ എനിക്കെതിരെയും എൻ്റെ കുടുംബത്തിനെതിരെയും പ്രവർത്തിച്ചു. എനിക്കുണ്ടായിരുന്ന എൻ്റെ 6 മക്കളെ പോലീസ് വെടിവെച്ചു കൊന്നു. എൻ്റെ ഭാര്യയെ ഒരടിമയായി പിടിച്ചുകൊണ്ടുപോയി. 14 സംവത്സരക്കാലം എന്നെ ജയിലിൽ അടച്ചു. ആ മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞതിങ്ങനെയാണ്: ഈ ലോകത്തിൽ എൻ്റെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് എൻ്റെ യേശുവാണ്. ആ യേശുവിനെ വിട്ടുപോകുവാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ ജീവിതത്തെ ആകമാനമായി മാറ്റിമറിച്ചതാണ്. ഞാനൊരു യഹൂദനായി ജനിച്ചു, ഒരു നിരീശ്വരവാദിയായി വളർന്നു. എന്നാൽ ഇന്ന് എൻ്റെ കർത്താവിനെ എനിക്ക് വ്യക്തമായി അറിയാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ 6 മക്കൾ അവർ പട്ടാളക്കാരുടെ വെടിയേറ്റു മരിച്ചു. Because I am a missionary. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരടിമയായി പിടിച്ചുകൊണ്ടുപോയി. 14 സംവത്സരക്കാലം ജയിലിൽ അടച്ചിട്ടു. ഇതെല്ലാം അനുഭവിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ മാരാമൺ കൺവെൻഷനിൽ 1982 വന്ന് പ്രസംഗിച്ചത്. പ്രിയ ദൈവജനമേ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. എൻ്റെ ഉള്ളം അറിയുന്ന കർത്താവ് ഇത് പറഞ്ഞിട്ട് അവൻ്റെ ഉള്ളം കലങ്ങി. എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളം കലങ്ങലുകൾ മുഴുവൻ അറിയുന്ന ഒരുവൻ അത് ക്രിസ്തു മാത്രമേയുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ള അവസ്ഥയെ അറിയുന്നവൻ അത് ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തുവിനോട് കൂടെ നമുക്ക് യാത്ര ചെയ്യാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരാണ്, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവമേൽക്കുന്നവരാണ് എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. This is the extra power of being in Christ. ഞാൻ
നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രിയ ദൈവജനമേ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ശാന്തരായി ഒരു നിമിഷം കേട്ട ആ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഇത് പറഞ്ഞിട്ട് അവൻ്റെ ഉള്ളം കലങ്ങി. എൻ്റെ ഉള്ളം കലങ്ങലുകൾ നല്ലതുപോലെ അറിയുന്നവൻ എൻ്റെ യേശുവാ. ഞാൻ അനാഥനെന്ന് തോന്നുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ യേശുവാ. ആരും എൻ്റെ അടുക്കൽ വരാനില്ലെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലും എൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു.